കഷ്ടപ്പെട്ടാ. ഏയ് ഹലോ. ഇവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നും തിരിച്ചെത്തിയിട്ടില്ല, അതുകൊണ്ട് റിസ്കിലാ ചാടാൻ പറ്റി. ആ എന്തായി, നിങ്ങളെ സിസ്റ്ററിലോ അല്ലായിരുന്നോ? ആ അതെന്തായി? കുഴപ്പമൊന്നുമില്ല, അതിനാനൊക്കെ കുറച്ച് ടെൻഷൻ പാർട്ടിയാ. അത് ശരി. നമ്മക്കേ അധികം ടൈമില്ലാട്ടാ, നിങ്ങള് വേഗം ചോദിച്ചോളി. അങ്ങനെ ചോദ്യങ്ങളായിട്ട് നിന്റെ കയ്യിലില്ല. നമ്മളിപ്പോഴും അങ്ങനെ ഒന്നും സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അതിപ്പോ നമുക്കിനി ദിവസങ്ങൾ കിടക്കല്ലേ. അതെ, പക്ഷെ നമുക്കിടയിലുള്ളൊരു ഫോർമാലിറ്റി ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ ഹാലേനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഹാലയുടെ റിയാക്ഷൻ, ഐ മീൻ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ. അതിപ്പോ മെസ്സേജ് ആയാലും അങ്ങനെയാണ്. അത് പിന്നെ ഞാൻ ഈ ഫോൺ അധികം കൈവച്ചടക്കണ ആളല്ല. പിന്നെ ഒന്നിലും ഒരു പ്ലാനിങ്ങോ പ്രിപ്പറേഷനോ ഇല്ലാത്തതിൻ്റെ ഒരു ലാഗ് ഉണ്ട്. അതിൻ്റെ കുഴപ്പമായിരിക്കും. എനിക്ക് പ്ലാനിങ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. പക്ഷെ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം അത് കയ്യിൽ നിന്ന് പോയി. അത്രയ്ക്ക് മോശമായ? ഹേയ്, അങ്ങനെ മോശമായിന്നല്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അല്ല, അതിപ്പോ ഈ കട്ടച്ചായ, സുലൈമാനി അങ്ങനെ എന്തിലാ? എനിക്ക് നിങ്ങളൊന്ന് തുറന്നു പറയ്, എനിക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. എന്റെ നമ്പർ പോലും നിങ്ങൾ സേവ് ചെയ്തില്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവില്ല. അല്ല ഇല്ലേ? നമ്മള് ആദ്യമായിട്ട് അവസാനമായിട്ടും കണ്ടിട്ടൊരു 14 ദിവസം ആവുന്നുള്ളൂ. അതിൻ്റെ ഇടയിലൊരു മുഹബത്ത് തോന്നണമെങ്കിൽ നമ്മുടെ ഇടയിലൊരു മോമെന്റ്സ് ഉണ്ടാവണ്ടേ? അതിപ്പോ ചെറുതാണേലും വലുതാണേലും. ഉറപ്പായിട്ടും വേണം, പക്ഷെ അതിന് ആദ്യം നമ്മൾ ആഗ്രഹിക്കണ്ടേ? സംസാരിച്ച്, സ്നേഹിച്ച്, ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ നടക്കേണ്ട ഒരു കാര്യമില്ലേ കല്യാണം? അതിനുള്ള ടൈം നമുക്ക് കിട്ടിയോ? നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ധാരാളം സമയം കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സമയം ആല എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്യണ എന്താന്ന് വെച്ചാൽ ഹാല ഫോഴ്സ്ഡ് ആയിട്ടാണ് ഈ കല്യാണത്തിന് സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ജഡ്ജ്മെന്റിലാവരുത്. നിങ്ങൾക്കുള്ള പോലെ തന്നെ ചോയ്സും പേഴ്സണാലിറ്റിയൊക്കെ എനിക്കില്ലേ? ഞാൻ ജഡ്ജ്മെന്റിലായതല്ല. ഇപ്പൊ ഞാൻ ഈ കോലത്തിലും മതിലും ചാടി രാത്രിയിൽ വന്നത് ആ മൊമെന്റ്സിന്റെ ത്രില്ലും റൊമാൻസും ഒക്കെ കണ്ടിട്ട് തന്നെയാണ്. ഹാലക്കത് മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ബോറാവും. നിങ്ങൾ ഈ പറയുന്ന ഇമോഷനൊക്കെ പെട്ടെന്ന് ഒരു ഫോഴ്സ് ചെയ്യല്ലേ? അത് ശരി, ഇപ്പൊ ഞാനാണോ ഫോഴ്സ് ചെയ്യണേ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഇങ്ങനെ ബ്രദറിനോട് സംസാരിച്ചോളൂ. നമുക്കിപ്പോ അതൊക്കെ സമയമെടുത്ത് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാം. നിങ്ങൾക്ക് ഇതൊരു 10 ദിവസം മുമ്പ് പറയായിരുന്നില്ലേ? ഇന്ന് എത്ര വർഷമാവും അത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങളുടെ ബ്രദറിനോട് സംസാരിക്കണം, ഞാൻ സംസാരിച്ചോളാം. ഇതിവിടെ തീരാട്ടാ, ഇവിടെ തീർന്ന്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒന്നും സംഭവിക്കണ്ട, ഞാൻ തീർത്തോളാം. പോരെ? ഇപ്പൊ ഇതിന് ലേറ്റ് മുമ്പ് ധാരണം കേരള വണ്ടിക്ക് വെറുതെ ആൾക്കാർ കാണും. ഇവിടെ അല്ല, അവിടെ ധാരണ വന്ന് തിരിഞ്ഞെടുക്കണ വണ്ടി കയറാം. എത്ര നേരം ഒന്നും നടന്നില്ലോ, ഇനി നിൽക്കാവുന്ന നടക്കും. എന്താണ് കാര്യം പറയണ? വണ്ടി നോക്കടാ, ഒന്ന് ബാക്ക് നോക്കണേ. ബാക്ക് നോക്കിയടാ, കാണണ്ടത്. ചാടിയാ ഒന്ന് എടുത്തു നോക്ക്. എന്തേ ബ്രോ, ടയർ ചാടിയാ? റേസ് ആക്കണ്ട, നിങ്ങൾ ഇറങ്ങി. നമുക്ക് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് നോക്കാം. ഇറങ്ങി ആദ്യം മജുവോ? അല്ല, വേറെ ആരെയും വിളിക്കണ്ട, നമുക്ക് തള്ളിയാ പോരെ. ആ ടയർ ഒന്ന് പിടിച്ചാടി. വണ്ടി ഒന്ന് ചാടിയതാ. വാ, ഒന്ന് കൈ വെക്കി. ഇത് നമ്മുടെ അമീനളിയല്ലേ?
അളിയ ആരോ എന്തു പറ്റി? ഓക്കെ അല്ലല്ലോ? ഹായ്, നമ്മളെ വേറെ സ്ഥലം വരെ പോയി വരികയായിരുന്നു. അപ്പൊ ഈ പറമ്പില്ലാതെ നിങ്ങൾ തള്ളിയാല് ഞങ്ങളുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ലേ? അളിയനോളെ കാണാൻ വന്നേക്കാരം ചോദിച്ചോക്ക്. പിന്നല്ലാണ്ട് മൂപ്പര് ഒന്ന് പറയടാ. വാളിയ ഞാനൊരു കാര്യം പറയട്ടെ, വേറെ കുറെ പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. അയ്യാളി എന്തായാലും ഇവിടെ നിന്ന് പെട്ടു. എന്നാ തക്കാരും കൂടെ നാളെ ഇപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വരുമല്ലോ, നാളെ കാണാലോ. നിങ്ങളെന്താ ഈ പറയണ കൂട്ടുകാരാ? കേറിട്ട് പോവാന്ന്. എന്താണോ എന്റെ ചെങ്ങ ഇവിടെ നിങ്ങളുടെ ഇറങ്ങലിയാ? വാളിയ ഒന്ന് ഇറങ്ങലേ. ഇത്ര അടുത്തെടുത്ത് നിങ്ങൾ എന്താണ് ഈ പറയണത്? വാളിയ അല്ല, എന്താ അറിയോ വേറെ പ്രശ്നം? എന്താ എന്ത് പ്രശ്നം? നമ്മുടെ കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ ഭയങ്കര ഡ്രസ് എന്താ കുഴപ്പം? അടിപൊളിയാണല്ലേ വാളിയ? അല്ല, അവിടെ പോയിട്ട് കുറെ പണിയുണ്ട്. നമുക്കറിയാത്ത പണി. നിങ്ങൾ എന്ത് വിവരത്തിട്ട് അന്യനെ പോലെ നമ്മുടെ സ്വന്തം കാരണന്മാരൊക്കെ ഉള്ളതല്ലേ. നമ്മള് വേറെ നാളെ വരുമല്ലേ? ബലം പിടിച്ചാ സ്വീകരണം ചെയ്യണം. അല്ലെങ്കിൽ ഇതാ ഒരു 10 മിനിറ്റ് എല്ലാവർക്കും പെട്ടെന്ന് പോവാ. എന്താ പറയുന്നത്? ഇനി ഒന്നും നോക്കാല്ലേ വാളിയാ? നിങ്ങൾ വരുന്നില്ല? നിങ്ങൾ പോയി ഞാൻ ഈ വണ്ടി ശരിയാക്കിട്ട് വണ്ടിയിലെ പിള്ളേരെ നിങ്ങൾ എന്താ കളിക്കുന്നത്? വാങ്ങി വാളിയാ അബു സെറ്റല്ലേ? കുടിച്ചോളി. മൊത്തത്തിൽ കുടിച്ച അഭിപ്രായം പറഞ്ഞാൽ മതി. സെറ്റ് സാധനം. വിടുപോണേ ഒരു കുടിക്കട്ടെ. കുടിക്കേ, നേരിട്ട് കുടിക്കും. ഇത് പുതിയ പ്ലാൻ ടീംസിനുള്ള സ്പെഷ്യൽ ആയിട്ടാണ് സുലേഖ മെൻസിൽ സ്പെഷ്യൽ. കുടിക്കേ, നേരിട്ട് കുടിക്കേ. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അളിയെ പഠിപ്പിക്കണം. അതെ, ഈ ഫോട്ടോ എടുക്കുന്നവരാരും ടാഗ് ചെയ്യും പ്ലീസ്. ആരെടുത്ത് വരുന്നത് അടിയിട്ടു. ഇവിടെ നമുക്ക് ആർക്കും സോഷ്യൽ ലൈഫ് ഇല്ല. ബോസേ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്തൊക്കെ ഉണ്ട്. ഇത് നമ്മളെ പുതിയ പ്ലച്ചൊക്കെ മാത്രം കുടിച്ചാ പോലെ. ഒരു ആത്മാർത്ഥമില്ലാത്ത കൂട്ടുകാരാണല്ലോ ഞാൻ. കൂട്ടുകാരെ പറയുക ചെങ്ങ പറയുക കുടിക്കേ. ഞാൻ എന്റെ ആത്മാർത്ഥത തെളിയിച്ചിരിക്കുന്നു. അടുത്ത് പുതിയ പ്ലത്ത് കുടിക്കത് പുതിയ കമത്തിക്കോ. ഒറ്റ കമത്തിൽ അത് പേടിക്കണ്ട. അത് ഇവിടുത്തെ ഒരു ആചാരപടിയാ. മുന്നറിയിപ്പില്ലാതെ വന്നോണ്ട് വൈകി പൊട്ടിയതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞുകൂടെ എന്റെ പൊന്നടിയാ. എന്നാ പരിപാടി വേറെ കളറാക്കിനെ.